സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് KSRTC നൽകുക ഡമ്മി ടിക്കറ്റ്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയിൽ വനിതകൾക്ക് നൽകുക ഡമ്മി ടിക്കറ്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും മാർക്ക് ചെയ്തുകൊണ്ടുള്ള ടിക്കറ്റുകളാകും വനിതകൾക്ക് നൽകുക. 3200 ഓർഡിനറി സർവീസുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച പഠനം ആരംഭിച്ചു. തൃശൂരിൽ മിന്നൽ ചുഴലി, മരങ്ങൾ കടപുഴകി വീണു. 3 ഓട്ടോറിക്ഷകളും ഒരു കാറും തകർന്നു. തൃശൂർ വില്ലിടത്ത് രാവിലെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. വിൽവട്ടം, നടത്തറ, പൂച്ചട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മിന്നൽ ചുഴലി അടിച്ചത്. അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ പാർക്കിങ്ങിൽ നിന്ന തേക്കുമരങ്ങളാണ് കടപുഴകി വീണത്. മരം വീണ് 3 ഓട്ടോറിക്ഷകളും ഒരു കാറും തകർന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ല. മരങ്ങൾ റോഡിലേക്ക് വീണതോടെ പ്രദേശത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമായി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷമാണ് പ്രദേശത്ത് ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കിയത്. നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞ സംഭവം. വേദന കൊണ്ട് പുളഞ്ഞിട്ടും ഡോക്ടർമാർ നോക്കിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞ സംഭവത്തിൽ കുടുംബം ആരോഗ്യമന്ത്രി കെ മുരളീധരനെ കണ്ട് പരാതി നൽകും. കുഞ്ഞിനെ അശ്രദ്ധമായി ചികിത്സ നിഷേധിച്ചതിനും നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകുന്നത്. മെയ് 14 പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞത്. കക്കോടി ഒറ്റത്തെങ്ങ് സ്വദേശികളായ IC സുജിൻ, BR അമല ദമ്പതികളുടെ കുഞ്ഞിനാണ് ദുരവസ്ഥ ഉണ്ടായത്. നേരത്തെ ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസിനും IMCH സൂപ്രണ്ടിനും DMOയ്ക്കും പരാതി നൽകിയിരുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് ആശ്വാസം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് ആശ്വാസമായി പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. 40-ൽ നിന്നും 60-ലേക്ക് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനാണ് ആലോചനയെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ തടസ്സങ്ങൾ നീക്കാൻ പ്രായോഗിക നടപടിയെടുക്കുമെന്നും നടപടിയാകാത്ത ടെസ്റ്റുകൾ സമയബന്ധിതമായി നടത്താൻ നടപടി വേഗത്തിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. RTOമാരുടെ കുറവ് ഉടൻ പരിഹരിക്കാനായി 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വീണ്ടും കർശന വിലക്ക്. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വീണ്ടും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ ഒരാഴ്ച മുമ്പ് തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ മറ്റു ഓഫീസുകളിലേക്കും പൂർണ്ണമായും വ്യാപിച്ചിരിക്കുന്നത്. പൊതുസന്ദർശകർക്കായി ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങളെ മറയാക്കിയാണ് വാർത്താ ശേഖരണത്തിനായി എത്തുന്ന മാധ്യമപ്രവർത്തകരെയും സുരക്ഷാ ജീവനക്കാർ തടയുന്നത്. ഇതിനു പുറമെ സെക്രട്ടേറിയറ്റിലെ പ്രധാന പ്രവേശന കവാടമായ നോർത്ത് ഗേറ്റ് ബാരിക്കേഡ് വെച്ച് പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തു.